നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആകാശ് തില്ലങ്കേരിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പോലീസ് സംവിധാനങ്ങളെയും കോടതിയെയും നീതിന്യായ വ്യവസ്ഥയെയും ഒക്കെ ആക്ഷേപിച്ച് പോലീസിനെ വെല്ലുവിളിക്കുന്നു. ആഭ്യന്തര വകുപ്പിനോട് ആയങ്കിക്ക് എതിരെ ഈ പറയുന്ന ഒരു മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയൊക്കെ പോലീസ് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം പോലീസിനെ സംബന്ധിച്ച് ഒരു തലവേദന തന്നെയാണ്. കാരണം ഇനി അർജുനെ പൂട്ടാതെ പോലീസ് സംവിധാനങ്ങൾക്ക് ഒരു തരത്തിലും സമാധാനം കിട്ടാൻ പോകുന്നില്ല. അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് സോഷ്യൽ മീഡിയയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുമ്പോഴാണ് എവിടെ നിന്നോ പൊട്ടിമുളച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. ആ പോസ്റ്റ് ആകട്ടെ ഈ പറയുന്നത് പോലെ പോലീസിനെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റും. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവരെക്കുറിച്ചുള്ള തിരച്ചിലുകളോ മറ്റു കാര്യങ്ങളോ അല്ല. അതായത് ഇന്ന് രാവിലെ മുതൽ ഇയാളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തോ വലിയ ഹീറോ പര്യവേഷത്തോടെയാണ് ആരാണ് അർജുൻ ആയങ്കി എന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഒരു ക്രിമിനലിനെ, അതും ഒളിവിൽ കഴിയുന്ന ഒരു ക്രിമിനലിനെ വലിയ ഹീറോ പര്യവേഷത്തോടെയാണ് പലരും ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അർജുൻ ആയങ്കിയെ കുറിച്ചുള്ള ചില വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ബ്രേക്കിംഗ് ന്യൂസുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അർജുൻ ആയങ്കി ചായ കുടിക്കാൻ പോയതിന്റെയും മറ്റുമൊക്കെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ഒന്ന് ആലോചിക്കുക, പോലീസ് സംവിധാനങ്ങൾ വട്ടമിട്ട് നടക്കുന്ന, അത്രമാത്രം തിരച്ചിൽ നടത്തുന്ന ഒരാളുടെ CCTV ദൃശ്യങ്ങൾ, ഒരാളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് പുറത്തു വരുന്നത്. അത്രമാത്രം മെല്ലെപ്പോക്കിലാണോ ഇവിടുത്തെ പോലീസിന്റെ തിരച്ചിലുകൾ എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതോടുകൂടെ ഉയരുന്നത്. ഈ പറയുന്നത് പോലെ ഈ വീഡിയോസ് ഒക്കെ ആദ്യം മാധ്യമങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ, ഇയാളെ തിരഞ്ഞു നടക്കുന്ന പോലീസിന് ഇത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വാസ്തവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന വിവരങ്ങൾക്ക് അത്ര പോലും പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ലേ എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഇതോടുകൂടെ ഉയരുന്നുണ്ട്. അതേസമയത്ത് ഈ പറയുന്ന അർജുൻ ആയങ്കിയുടെ ഇത്തരം പരാമർശങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യം മറ്റൊരു വശത്തും നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് സഖാക്കന്മാർക്ക് അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് കുറച്ചല്പം കൂടുതലാണ്. പല വിഷയങ്ങളിലും തെറ്റായ രീതിയിലടക്കം സംസാരിക്കുമ്പോഴും അവർ ആത്മവിശ്വാസം കാണിച്ചിരുന്നത് തലപ്പത്തിരിക്കുന്നത് തങ്ങളുടെ നേതാവാണ്, അല്ലെങ്കിൽ ഭരണത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ധൈര്യത്തിലാണ് എന്നത് പലരും അതിനെ നിരീക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്നറിഞ്ഞിട്ടും ഇന്ന് അതേ ചോരത്തിളപ്പ് സഖാക്കന്മാർ എന്നുള്ള ഒരൊറ്റ ലേബൽ കൊണ്ടുണ്ട് എങ്കിൽ അത് അവർക്ക് കുറച്ച് കൂടുതലാണ്. അത് തെറ്റായ രീതിയിലേക്കാണ് അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ള തരത്തിലും ചർച്ചകൾ വരുന്നുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ അധികാര ദുർവിനിയോഗവും തന്റെ സ്ഥാനങ്ങൾക്കപ്പുറത്തേക്കുള്ള അഹങ്കാരവും അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന LDFനെ തോൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് പാർട്ടി അടക്കം നിരീക്ഷിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് തെറ്റുകൾ തിരുത്തി മുന്നോട്ടേക്ക് വരണം, അടുത്ത തവണയെങ്കിലും അധികാരത്തിലേറണം, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭരണം തിരിച്ചു പിടിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന LDFനാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചില സഖാക്കന്മാർ ബ്ലാക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് അർജുൻ ആയങ്കിയെ കുറിച്ചാണ്. അയാൾ എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിനായിട്ടില്ല. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അയാൾ ഇട്ട പോസ്റ്റ് തന്നെയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അയാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സൈബർ ഇടങ്ങളിൽ നിന്ന് അയാൾ എവിടെ നിന്ന്, ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അയാൾ എങ്ങോട്ട് പോയി എന്നതൊക്കെ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടുത്തെ സാങ്കേതിക വിദ്യ അത്രമാത്രം ഡെവലപ്ഡുമാണ്. പക്ഷെ എങ്കിൽ പോലും അതിന് പോലും പറ്റാതിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടേതെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്
വരികയാണ് ഈ ഒരു കേസിൽ എന്നുള്ളതാണ്. കാരണം അർജുനെ കുറിച്ച് യാതൊരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. തിരച്ചിലുകൾ സജീവമാകുന്നുണ്ട്, ഊർജിതമാക്കുന്നുണ്ട്, പോലീസിന്റെ തലവേദനയായി മാറുന്നുണ്ടെങ്കിൽ പോലും അർജുന് ഇത്ര നിസാരമായിട്ട് ഇവിടെ ഒളിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു വീഴ്ച തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ക്രിമിനൽ കേസുകളിൽ പ്രതിയായി പോലീസിനെയും ഭരണകൂടത്തെയും പരസ്യമായി വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിക്കായുള്ള തിരച്ചിലുകൾ പോലീസ് ഊർജിതമാക്കുമ്പോഴും ഇയാൾ പോലീസിനെ വെട്ടിച്ച് സ്വതന്ത്രനായി വിലസുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് പോലീസിന്റെ വൻ സംഘം താവളങ്ങൾ അരിച്ചു പെറുക്കുമ്പോഴാണ് അർജുൻ ആയങ്കി മലപ്പുറം എടപ്പാളിലെ റെസ്റ്റോറന്റിലും മറ്റുമൊക്കെ ഭക്ഷണം കഴിച്ച ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടക്കുന്നത്. എടപ്പാളിലെ റെസ്റ്റോറന്റിൽ ആയങ്കി എത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണ സംഘം നീക്കങ്ങൾക്ക് വേഗം കൂട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ ഒരു വലിയ പരാജയം സംഭവിച്ചു എന്നത് വ്യക്തമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ ഡിവൈഎസ്പി AM സിദ്ദിഖിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സഹായവും വസതിയും നൽകിയിട്ടുള്ള 5 പേരെ പോലീസ് പിടികൂടിയെന്നാണ് വിവരം. ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരവും സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതുമായിട്ടുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കുവച്ചതിന് അർജുൻ ആയങ്കിക്കെതിരെ ഇപ്പോൾ പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസ് എടുത്തിരിക്കുന്നതെന്നാണ് വിവരം. മനോജ് ജോസ് ആഴക്കത്ത് എന്നയാളാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ പറയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. മുഖ്യമന്ത്രി VD സതീഷിനെ പൊതുസമൂഹത്തിൽ അപമാനിച്ച് ലഹളയുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടു എന്നാണ് FIR-ൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒളിവിൽ പോകുന്നതിന് തൊട്ടു മുൻപായി ഇയാൾ ഈ പോസ്റ്റ് പങ്കുവെച്ചത് എന്നാണ് വിവരം. അതേസമയം പോലീസിന്റെ ഏത് നീക്കത്തോടും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന ആയങ്കി കണ്ടാൽ വെടിവെക്കാൻ ഉത്തരവ് എന്ന വാർത്തകളോട് മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നാണ് കുറിച്ചിരിക്കുന്നത്. അർജുൻ ആയങ്കി വിഷയത്തിൽ നിയമപരമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു കഴിഞ്ഞു. ആയങ്കിക്കെതിരെ തോക്ക് ഉപയോഗിക്കാൻ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയതായാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളെങ്കിലും അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ആഭ്യന്തരം അറിയിക്കുന്നു. അതേസമയം പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും കടന്നാക്രമിച്ച് ആയങ്കിക്ക് പിന്തുണയുമായിട്ടാണ് സുഹൃത്തും കേസിൽ പ്രതിയുമായിട്ടുള്ള ആകാശ് തില്ലങ്കേരി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തലവേദനയായിട്ടുള്ള ഈ ഒരു നടപടി അതിൽ സുഹൃത്തിനൊപ്പമാണ് താൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ തോക്കുകൾ തികയാതെ വരും മിനിസ്റ്റർ, ഇത് ബീഹാർ അല്ല എന്നുള്ള ഒരു കടുത്ത മുന്നറിയിപ്പ് കൂടെ ആകാശ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. അർജുൻ പോലീസിനെ പരസ്യമായി അവഹേളിച്ചതിനോട് യോജിക്കുന്നില്ല എങ്കിൽ പോലും പോലീസിന്റെ കള്ളക്കേസിനെ നിസ്സാരമാക്കാൻ കഴിയില്ല എന്നും താൻ എപ്പോഴും ആയങ്കിക്കൊപ്പം തന്നെ ആയിരിക്കുമെന്നുമാണ് ആകാശ് കുറിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവനെന്ന പേരിൽ പൗരനെ വെടിവെച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും തെറ്റിന് ശിക്ഷ നൽകേണ്ടത് കോടതിയാണ് എന്നും എന്നതല്ല അതിനപ്പുറത്തേക്കും ചിന്തിക്കാൻ പറ്റില്ല എന്നും ആകാശ് ഓർമ്മപ്പെടുത്തുന്നു. ആയങ്കിയെ പിടികൂടാനായി ആലുവ റൂറൽ SP KS സുദർശനന്റെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ DYSP KR മനോജിന്റെ മേൽനോട്ടത്തിൽ 11 അംഗ പ്രത്യേക സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഊന്നുകാൽ ഇൻസ്പെക്ടർ BS ആദർശ്, A ഷൈൻകുമാർ, 2 SIമാർ, 2 ASIമാർ എന്നിവരുൾപ്പെടുന്ന ഉന്നത സംഘം ആയങ്കിയുടെ ഒളിവ് താവളങ്ങളൊക്കെ ലക്ഷ്യമിട്ട് തിരച്ചിലുകൾ നടത്തുകയാണ്. വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാളുടെ ഡിജിറ്റൽ പാദമുദ്രകൾ പിന്തുടരാനും പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞു. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ചേർന്ന് നടത്തുന്ന ഈ സോഷ്യൽ മീഡിയ പോര് പോലീസിന്റെ അന്തസ്സിന് തന്നെ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പറയുന്ന പോസ്റ്റും ഈ വിവാദ പരാമർശങ്ങളും ഒക്കെ വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ മറ്റ് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കടക്കം വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിഷയങ്ങളാണ് ഇവരൊക്കെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർക്കേണ്ടിയിരിക്കുന്നു.